ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, ബെക്കോ എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ പരീക്ഷകളൊക്കെ അടുത്തു. 10th പ്രിലിംസ് ജൂലൈ 18, ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം നടക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്മാർട്ട് സ്റ്റഡി തന്നെ നടത്തുക. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള ചെയ്തു. ഇപ്പോൾ ജൂലൈ മാസത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ആദ്യം മുതലേ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണ പ്രവചന മാതൃക നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണ പ്രവചന മാതൃക കൊണ്ടുവന്നത് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണ പ്രവചന മാതൃക കൊണ്ടുവന്നത് തമിഴ്നാടാണെന്ന് ഓർക്കുക. അടുത്തത് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് അല്ലെ, മലമുഴക്കി വേഴാമ്പല്. അപ്പൊ ഈ മലമുഴക്കി വേഴാമ്പലിന് മാത്രമായിട്ട് ഒരു സംരക്ഷിത പ്രദേശം ഒരുക്കാനായിട്ട് സംസ്ഥാനം തുടങ്ങുകയാണ്. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അതും തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ മലമുഴക്കി വേഴാമ്പലിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംരക്ഷിത പ്രദേശം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തമിഴ്നാട്. തമിഴ്നാടിനെ കുറിച്ചുള്ള 2 ഫാക്ട്സ് ആയേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വരയാടുകളുടെ സെൻസസ്. വരയാട് അറിയാലോ, നീലഗിരി താർ അല്ലെ, നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. നിങ്ങൾക്ക് അറിയാം വരയാട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വരയാടുകളുടെ സെൻസസ് 2 സംസ്ഥാനങ്ങൾ ചേർന്ന് എടുത്തു. അത് ഏത് സംസ്ഥാനങ്ങളാണ്? നമ്മുടെ കേരളവും തമിഴ്നാടുമാണ് കേട്ടോ. കേരളവും തമിഴ്നാടുമാണ്. അപ്പൊ ഏതൊക്കെ 2 സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ് വരയാടുകളുടെ സെൻസസ് നടത്തിയതെന്ന് ചോദിച്ചാല് കേരളം, തമിഴ്നാടാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യ ആസിയാൻ ക്രൂയിസ് ഡയലോഗ് ഒരു വേദിയാണ്. അത് എവിടെ നടന്നത്? ചെന്നൈയിലാണ് കേട്ടോ. ഇന്ത്യ ആസിയാൻ ക്രൂയിസ് ഡയലോഗിന്റെ വേദി അല്ലെങ്കിൽ അത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2025 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ജിങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് തമിഴ്നാട്ടിലാണ്. അപ്പൊ ജിങ്കിക്കോട്ട എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ജിങ്കിക്കോട്ടയുടെ പ്രത്യേകത എന്താണ്? 2025 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കോട്ടയാണ് ജിങ്കിക്കോട്ട. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, അടുത്തത്. ഗണേശോത്സവത്തിനെ ഏത് സംസ്ഥാനമാണ് ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്? എന്താണ്? ഗണേശോത്സവത്തിനെ ഏത് സംസ്ഥാനമാണ് ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്? അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. നമുക്കറിയാം, നമ്മുടെ ദേശീയോത്സവം, കേരളത്തിന്റെ ദേശീയോത്സവമാണ് എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മുടെ അസമിന്റെ ദേശീയോത്സവമാണ് എന്ത്? ബിഹു എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ദേശീയ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ മഹാരാഷ്ട്രയുടെ ദേശീയോത്സവമായിട്ട് തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? ഗണേശോത്സവത്തിനെയാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനം ഏതാണ്? ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനമാണ് MiG-21. ഏതാണ്ടാ? MiG-21. ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനം ഏതാണ്? MiG-21 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 ജൂലൈയില് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? 2025 ജൂലൈയില് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയ രാജ്യമാണ് അമേരിക്ക, USA ആണ്. 2025 ജൂലൈയില് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയ രാജ്യം ഏതാണ്? USA ആണ്. ഓക്കെ, അടുത്തത് ജൂലൈ 26. എന്താണ് 26ന്റെ പ്രത്യേകത? ലോക കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 26 ആണ്. ഓക്കെ, അപ്പൊ ലോക കണ്ടൽ ദിനം ജൂലൈ 26 ആണ്. നമുക്കറിയാം, കണ്ടൽക്കാടിന്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന കല്ലേൽ പൊക്കുടനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോക കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച 3 ചുണക്കുട്ടികളുണ്ട്. 3 മലയാളി കുട്ടികളുണ്ട്. ആരൊക്കെയാണ് അവര്? മിന്നുമണി, VJ ജോഷിത, സജന സജീവൻ. പേരുകൾ ഓർത്തു വെച്ചേക്കണം, മലയാളികൾ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട 3 മലയാളി വനിതകളാണ് മിന്നുമണി, VJ ജോഷിത, സജന സജീവൻ കേട്ടോ. മിന്നുമണി, VJ ജോഷിത, സജന സജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലൗവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. അടുത്തിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയുണ്ടായി 2025. കിലൗവ അഗ്നിപർവ്വതമാണ്. അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? USA ആണ് കേട്ടോ. USA ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനത്താണ്? അത് ആന്ധ്രാപ്രദേശിലാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിലവിൽ വരുന്നു എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? മൈനിങ് ടൂറിസം, മൈനിങ് ടൂറിസം, ആ വാക്ക് ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്നു ജാർഖണ്ഡിലാണ്, ജാർഖണ്ഡ്. അടുത്ത് നോക്കിക്കേ, ലോകത്തിൽ ആദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി നിലവിൽ വരുന്ന രാജ്യം. ലോകത്തിൽ ആദ്യമായിട്ടാണ് പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി നിലവിൽ വരുന്നത്. അത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കണേ. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ഏതാണ്? പാങ്ങപ്പാറയാണ്. ഏതാണ്? പാങ്ങപ്പാറ. ജൂലൈ 20 എന്താണ് പ്രത്യേകത? അന്താരാഷ്ട്ര ചെസ് ദിനമാണ്. ജൂലൈ 26 നമ്മളോട് പഠിച്ചായിരുന്നു, ലോക കണ്ടൽ ദിനമാണെന്ന് പഠിച്ചു. ഇത് ജൂലൈ 20 എന്താ പ്രത്യേകത? അന്താരാഷ്ട്ര ചെസ് ദിനമാണ് ജൂലൈ 20. ഓക്കെ, ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, SBI ആണ് കേട്ടോ. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? അത് SBI ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ തമിഴ്നാടിനെ കുറിച്ചാണ് നമ്മൾ 2 ഫാക്ട്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണ പ്രവചന മാതൃക നടപ്പിലാക്കിയത് തമിഴ്നാടാണ്. അതുപോലെ മലമ്പുഴയ്ക്ക് വേഴാമ്പലിന് വേണ്ടിയിട്ട് പ്രത്യേക സംരക്ഷിത പ്രദേശം കൊണ്ടുവന്നത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, പിന്നെ എന്താ പഠിച്ചത്? മലയാളികളുടെ സെൻസസ് 2 സംസ്ഥാനങ്ങൾ ചേർന്ന് നടത്തി 2025. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കേരളം, തമിഴ്നാടാണ്. ഇന്ത്യ ആസിയാൻ ക്രൂയിസ് ഡയലോഗ് നടന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. 2025 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ജിങ്കിക്കോട്ട, എന്ത് കോട്ടയാണ്? ജിങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലാണ്. ഗണേശോത്സവത്തിന് ഏത് സംസ്ഥാനമാണ് ദേശീയോത്സവമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനത്തിന്റെ പേരെന്താ? MiG-21 ആണ്. 2025 ജൂലൈയില് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യമാണ് USA എന്ന് പറയുന്നത്. ലോക കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26-നാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ 3 മലയാളി വനിതകളാണ് മിന്നിമണി, വിജയ ജോഷിത, സജന സജീവൻ. ഓക്കെ, അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലവിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? USA ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതി വരുന്നത് ജാർഖണ്ഡിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി നിലവിൽ വരുന്നു എവിടെ? ഇന്ത്യയിൽ. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ഏതാണ്? പാങ്ങപ്പാറയാണ്, പാങ്ങപ്പാറ. അന്താരാഷ്ട്ര ചെസ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 20 ആണെന്ന് ഓർക്കുക. ഇനി പ്രമേയം പറഞ്ഞില്ലല്ലോ നമ്മള്. അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ 20 ആണെന്ന് പറഞ്ഞു. 2025 പ്രമേയമാണ് എവരി മൂവ് കൗണ്ട്സ്, 3 എവരി മൂവ് കൗണ്ട്സ് എന്നുള്ളതാണ് 2025 ലോക ചെസ് ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് സെലക്ട് ചെയ്ത ബാങ്കാണ് നമ്മുടെ SBI. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷകൾ അടുത്തു എന്നുള്ളൊരു ബോധ്യം വേണം. അതുകൊണ്ട് സമയം കളയാതെ പഠിക്കുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ